ഒരു രജിസ്റ്റർ ഉണ്ട്, ഇതിൽ സൈൻ ചെയ്തു. ഓക്കെ ശരി, താങ്ക് യു. ഒടുവിൽ ഞാൻ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുന്നു. എനിക്കെൻ്റെ മാക്സിമം ചെയ്യണം. ഇത് നല്ലൊരു അവസരമാണ്. വരൂ. പേരെന്താ? അത് അഞ്ജന. അഞ്ജന നല്ല പേരാണല്ലോ. അഞ്ജന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8. എന്തിനാ മോള് വിഷമിച്ചിരിക്കുന്നത്? നല്ല മിടുക്കി കുട്ടിയാണല്ലോ. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളിങ്ങനെ വെള്ളമായിട്ടിരിക്കാൻ പാടില്ല. യെസ് മാഡം. മോളൊരു കാര്യം ചെയ്യും, ആൻറ്റിയുടെ കൂടെ പോയിട്ട് ഒരു ചായ ഒക്കെ വെച്ച് ഉഷാറായി കേട്ടോ. എന്താ മോൾക്ക് പറ്റിയത്? എന്റെ മോളെ അവൻ എന്നാലും നന്നായിട്ട് പഠിച്ചിട്ടില്ല. എന്തെങ്കിലും ഫോർമേ കാണില്ല. പുസ്തകം കളിച്ചേ. അനശ്വര, വാട്ട് ഈസ് കാറ്റിനേഷൻ? വാട്ട് ഈസ് കാറ്റിനേഷൻ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതനുസരിച്ച് അനശ്വര അടുത്ത ഇന്റർവെല്ലിൽ ബെല്ലടിക്കുമ്പോഴേക്കും സ്റ്റാഫ് റൂമിൽ എടുക്കണം കേട്ടോ. കാറ്റിനേഷൻ ഈസ് അനശ്വരേ, ഞാനിതാ വരുന്നു. എന്താ അനശ്വര ഇങ്ങനെ കാണാൻ വരാമെന്ന് വരാതിരുന്നേ? ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു. ഇയാൾ ആകെ പുസ്തകത്തിലാണല്ലോ. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല, ഒന്ന് പഠിച്ചുകൊണ്ട് വരുന്നത്. ഇങ്ങനെ ക്ലാസ് എത്തുമ്പോൾ ഇവരൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ പറ്റിയേ അനശ്വരക്ക്? എന്ത് പറ്റി? എന്നാ പറ്റിയ മോളെ? മോളിത് ആരോടെങ്കിലും പറഞ്ഞോ?
നമുക്ക് ആ ക്ലാസ് റൂമിൽ ഒന്ന് സംസാരിക്കാം. അനശ്വര, മോളെ ഇങ്ങനെ വിഷമിക്കാതെ. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി നിന്റെ ജീവിതം തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതാണ് നീ. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ. പഠനം ഇങ്ങനെ പുറകോട്ട് പോയാൽ എങ്ങനെ? നീ രണ്ട് സ്വപ്നങ്ങളൊക്കെ നിനക്ക് സഫലമാക്കാൻ പറ്റുമോ? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. മിടുക്കിയായിട്ട് പഠിക്കണം. നീ രണ്ട് സ്വപ്നങ്ങൾ പൂവണിയിക്കണം. ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട. ഈ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കണം. സങ്കടപ്പെട്ടിരിക്കരുത്. അമ്മ വിഷമിക്കാതെ. ഞാനിനി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നീതി വേണം. എനിക്കും എന്റെ മകൾക്ക് നീതി വേണം. കുറ്റം ചെയ്തവരാരായാലും നമ്മൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അവസാനം വരെ നീതിക്ക് വേണ്ടി പോരാടും.